Dear students, equations and polynomials എന്ന പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ പി ഓഫ് എക്സ് എന്ന ഒരു പോളിനോമിയൽ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് പോളിനോമിയലിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x² + 24x + 11 എന്ന പോളിനോമിയലാണ് നമ്മൾ പരിഗണിച്ചത്. അതിൽ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 39, അതായത് പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 39 ആണ്. പിന്നെ പി ഓഫ് ഹാഫ് ഈസ് ഈക്വൽ ടു 24, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഹാഫ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൻ്റെ വാല്യൂ എത്രയാണ്? 24 ആണ്. അതുപോലെ പി ഓഫ് -1 ഈസ് ഈക്വൽ ടു -9. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണ്? പി ഓഫ് എക്സിൻ്റെ വാല്യൂ -9 ആകണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? എക്സ് ഷുഡ് ബി -1. അതുപോലെ പി ഓഫ് എക്സ് 24 ആകണമെങ്കിൽ എക്സ് ഷുഡ് ബി ഹാഫ്. പി ഓഫ് എക്സ് 39 ആകണമെങ്കിൽ എക്സ് ഷുഡ് ബി 1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മറ്റൊരു കാര്യം ചോദിക്കുന്നു. പി ഓഫ് എക്സ് 39 ആകുന്നതിന് പകരം 24 ആകുന്നതിന് പകരം അല്ലെങ്കിൽ -9 ആകുന്നതിന് പകരം പി ഓഫ് എക്സ് 0 ആയി മാറണമെങ്കിൽ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? ഓക്കെ, അപ്പോൾ അങ്ങനെ പി ഓഫ് എക്സ് 0 ആയി മാറാൻ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന രീതിയാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പി ഓഫ് എക്സ് 0 ആയി മാറണം. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകണം എന്ന് പറഞ്ഞാൽ ഇത് 0 ആകണം. 4x² + 24x + 11 ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ x² ടേമും x ടേമും ഇവിടെ വെച്ച് 11 മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക, ഈക്വൽ ടു സൈൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ നമുക്ക് 4x² + 24x എന്ന് മാത്രം കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 0 ഉണ്ടാവും, +11 അങ്ങോട്ട് പോയാൽ -11, 0 - 11 ദാറ്റ്സ് ഈക്വൽ ടു -11 എന്ന് കിട്ടും. ഇനി ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4, ദിസ് ഓൾസോ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതുകൊണ്ട് നമുക്ക് 4 കൊണ്ട് ഈ രണ്ട് ടേംസിനെയും ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു ടേമിനെ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നും ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഡിവൈഡിങ് ബൈ 4. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4x² / 4 ഈസ് ഈക്വൽ ടു x² ആൻഡ് 24x/4 ഈസ് 6x ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -11/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 6ൻ്റെ പകുതി 3ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യും, അപ്പുറത്തും ആഡ് ചെയ്യും. സോ വിൽ ഗെറ്റ് x² + 6x + 3² ദാറ്റ്സ് ഈക്വൽ ടു -11/4 + 3² ഈസ് 9. ഇതിനെ നമുക്കൊരു സ്ക്വയർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ദിസ് എക്സ്, പിന്നെ ഈ 3 ഇവിടെ പ്ലസ് വന്നുകൊണ്ട് പ്ലസ്, സോ x + 3² എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? 4 × 9 36. ഓക്കെ, -11 + 36/4 എന്ന് വരും. -11 + 36/4, അതായത് 36 - 11 ദാറ്റ് ഈസ് 25/4 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 25/4. സോ x + 3² ഈസ് ഈക്വൽ ടു 25/4 എന്ന് കിട്ടി. എങ്കിൽ x + 3 ഈസ് ഈക്വൽ ടു √25/4. ഓക്കെ, 25/4 ആൻഡ് 25/4 ഈസ് ഈക്വൽ ടു എന്താണ്? 5/2. അപ്പോൾ ഈ കഴിഞ്ഞതിൽ നമ്മൾ എന്താണ്? രണ്ട് വാല്യൂസ്, ഓക്കെ,
കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലസും മൈനസും ഉള്ള വാല്യൂസ് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കുക, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇവിടെയും പ്ലസ് ഓർ മൈനസ് ആവും. സോ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5/2. അപ്പോൾ അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5/2 മൈനസ് 3 എന്ന്. അതായത് പോസിറ്റീവ് 5/2 മൈനസ് 3, നെഗറ്റീവ് 5/2 മൈനസ് 3, അങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് എക്സിന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 5/2 മൈനസ് 3, നെഗറ്റീവ് 5/2 മൈനസ് 3. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 5/2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 × 3 is മൈനസ് 6. ഓക്കെ, 5 മൈനസ് 6 മൈനസ് 1 കിട്ടും. അപ്പോൾ മൈനസ് 1/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/2. ഇവിടെ 2 × 3 6, അപ്പോൾ നെഗറ്റീവ് 6 ആവും. നെഗറ്റീവ് 5 മൈനസ് 6 is നെഗറ്റീവ് 11, നെഗറ്റീവ് 11/2 എന്ന് കിട്ടും. സോ നെഗറ്റീവ് 11/2. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. വൺ ഈസ് എന്താണ്, നെഗറ്റീവ് ഹാഫ്, ദി അതർ വൺ ഈസ് നെഗറ്റീവ് 11/2. ഈ രണ്ട് വാല്യൂസ് എക്സിന് കൊടുക്കുമ്പോൾ ഈ 4x² + 24x + 11 ഈസ് ഈക്വൽ ടു എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ പി ഓഫ് ഒന്ന് നമ്മൾ പരിശോധിക്കുന്നു. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x² + 24x + 11. അപ്പോൾ മൈനസ് ഹാഫ് വന്നാൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ഹാഫ് ആയാൽ, അതായത് ഇവിടെ മൈനസ് ഹാഫ് കൊടുത്താൽ ഈസ് ഈക്വൽ ടു 4 × മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് 24 × മൈനസ് ഹാഫ് പ്ലസ് 11 എന്ന്. ഓക്കെ, മൈനസ് ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവായി മാറും. അപ്പോൾ 1 × സ്ക്വയർ 1, 2 × സ്ക്വയർ 4, അപ്പോൾ 1/4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 4 × 1/4. ഇവിടെ നെഗറ്റീവ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവായി മാറും. അപ്പോൾ 24 × ഹാഫ്. ഓക്കെ, 24 × ഹാഫ് എത്രയാണ്, 12 ആണ്. ഒരു നെഗറ്റീവ് സൈൻ വരും, അപ്പോൾ നെഗറ്റീവ് 12 എന്ന് വരും. നെഗറ്റീവ് 12 പിന്നെ പ്ലസ് 11 എന്നാവും. അപ്പോൾ ഈ 4ഉം ഈ 4ഉം നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇവിടെ 1 മാത്രം ബാക്കിയാവും. ഈ 1 പോസിറ്റീവ് 1 ആണ്. ആ 1ഉം ഈ 11ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പോസിറ്റീവ് 12. ഓക്കെ, പോസിറ്റീവ് 12 മൈനസ് 12 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് 1 മൈനസ് 12 പ്ലസ് 11, 11 പ്ലസ് 1 12. സോ 12 മൈനസ് 12 ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് മൈനസ് ഹാഫ് കൊടുത്താൽ 0 കിട്ടും നമുക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സിന് നെഗറ്റീവ് 11/2 കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യു വിൽ ഗെറ്റ് വാട്ട്, 0. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയി മാറാൻ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതേപോലെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇതൊക്കെ കിട്ടി. നെഗറ്റീവ് 1/2, നെഗറ്റീവ് 11/2 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്നാണ്. പോളിനോമിയൽസ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ആ ഇക്വേഷനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതിനൊക്കെ കൂടുതൽ സമയം വരും. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വാല്യൂ കണ്ടെത്താൻ പറ്റും എന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ പരിഗണിക്കുന്ന പോളിനോമിയൽ ഏതാണ്, പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x² + 24x + 11. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് 0 ആയി മാറണം. അങ്ങനെ മാറുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ പോളിനോമിയലിൻ്റെ അപ്പുറത്ത് ഈക്വൽ ടു 0 എന്ന് വരുന്നത് കൊണ്ട് ദാറ്റ് ബിക്കംസ് എ പോളിനോമിയൽ ഇക്വേഷൻ. ഓക്കെ, ഒരു ഇക്വേഷനായി അത് മാറും. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകണം. അതുകൊണ്ട് നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ഓക്കെ,
4x square plus 24x plus 11 is equal to 0 എന്ന് എഴുതും. ഓക്കെ, അപ്പം എന്താണ്, ഇപ്പം നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, കാരണം ഇവിടെ ഡിഗ്രി 2 ആണ്, ഈക്വൽ ടു സൈൻ വന്നിരിക്കുന്നു, ഫോർ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. ഓക്കെ, ജനറൽ ഫോം ഓഫ് അല്ലെങ്കിൽ കോമൺ ഫോം ഓഫ് എനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെ ആയിരിക്കും, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയറുള്ളൊരു ടേം ഉണ്ടാവും, പിന്നെ എക്സിലൊരു ടേം ഉണ്ടാവും, പിന്നെ എക്സ് ഇല്ലാത്ത, അതായത് വെറും ഒരു നമ്പർ മാത്രം ഉണ്ടാവും, ഈക്വൽ ടു സൈൻ, ദെൻ റൈറ്റ് സൈഡിൽ 0. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കോമൺ ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ എ ബി സി എല്ലാം എന്താണ്, നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എഴുതുന്നു, ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു, അപ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് എന്താണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറി. അങ്ങനെ മാറുമ്പോൾ ചില സമയത്ത് ഈ എക്സ് സ്ക്വയർ പിന്നെ എക്സ് പിന്നെ നമ്പർ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരില്ല. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റണം. അതായത് എക്സ് സ്ക്വയറിലെ ടേം ആദ്യം എഴുതി, പിന്നെ എക്സിലെ ടേം എഴുതി, പിന്നെ കോൺസ്റ്റൻറ്റ് നമ്പർ എഴുതി, പിന്നെ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ ഈ കോമൺ ഫോമിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ, കമ്പാരിസൺ നടത്തുമ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 4 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 24, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 24. ഇവിടെ സി എന്ന് പറയുന്നത് എക്സ് ഇല്ലാത്ത നമ്പർ, എക്സ് ഇല്ലാത്ത നമ്പർ എടുത്തിട്ടാണ് 11 ആണ്. അങ്ങനെ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും എ ബി സി എന്നിവ ആദ്യം എഴുതുന്നു. സോ എ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 24 ആൻഡ് സി ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. അതിനുശേഷം നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, ഇപ്പോൾ കിട്ടിയ വാല്യൂ കിട്ടും. ആ വാല്യൂ കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇവിടം വരെ വരയ്ക്കണം. ഈ മൈനസ് ബി മുതൽ ഈ അറ്റം വരെ വരയ്ക്കുക, ബൈ 2. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനിൽ ബിയുടെ സ്ഥാനത്ത് ബീൻ്റെ വാല്യൂ, എയുടെ സ്ഥാനത്ത് എൻ്റെ വാല്യൂ എല്ലാം കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് -½ -11/2 ആയിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്യണമെന്നില്ല, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് വരാം. അപ്പം നമുക്ക് എക്സിന് കിട്ടിയ വാല്യൂസ് നമ്മളിവിടെ എഴുതി വെക്കുക. -1/2 -11/2. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു അത് തന്നെയാണോ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 എന്നാണ്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതുന്നു, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, ഇത്രയും ബ്രാക്കറ്റിനുള്ളിൽ ഇവിടുന്ന് ഇവിടം വരെ ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇവിടെ ബി എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ അതിന് നെഗറ്റീവ് സൈൻ കൊടുത്താൽ -24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 24 സ്ക്വയർ മൈനസ് 4ac എന്ന് വരും. ഓക്കെ, അപ്പോൾ 24ൻ്റെ സ്ക്വയർ കാണാം, 24 × 24 576 കിട്ടും. ഓക്കെ, സോ 576 -4 ×
എ ഇൻറ്റു സി. എ എന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, 4 ഇൻറ്റു സി. സി ഈസ് ഈക്വൽ ടു 11. സി ഈസ് ഈക്വൽ ടു 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബൈ 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ ഈസ് എന്താണ്? 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4. ഓക്കെ, ഇനി 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 11. ഓക്കെ, 16 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 176 എന്ന് കിട്ടും. 176. ആ 176 576 എന്ന് കുറയ്ക്കുക. 176. ദെൻ വി ഗെറ്റ് വാട്ട്? 400. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് 400 ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു -24 പ്ലസ് ഓർ മൈനസ് എത്ര എഴുതി? റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 400 എഴുതി. ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 8 എന്ന്. 4ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പോൾ 400ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 20 ആണ്, നമുക്ക് മനസ്സിലാവും. സോ -24 പ്ലസ് ഓർ മൈനസ് 20 ബൈ 8. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ടാവും. -24 പ്ലസ് 20 ബൈ 8, -24 മൈനസ് 20 ബൈ 8. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും. അത് ഈ രണ്ടും നമ്മൾ ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഈക്വൽ ടു -24 പ്ലസ് 20 ബൈ 8, -24 മൈനസ് 20 ബൈ 8. -24 പ്ലസ് 20 ഈസ് ഈക്വൽ ടു -4 ബൈ 2. -4 ബൈ 2 അല്ല, ബൈ 8. ഓക്കെ, സോ ഇതിന് രണ്ടിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വിൽ ഗെറ്റ് -½ -1/2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ -24 മൈനസ് 20 ഈസ് ഈക്വൽ ടു -44. -44 ബൈ 2 എന്ന് കിട്ടും. -44 ബൈ 2 and that is equal to ബൈ 2 അല്ല, സോറി, ബൈ 8. ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ്. സോ -44 ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ 8ഉം 44ഉം രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ നമുക്ക് 11 എന്ന് കിട്ടും, താഴെ നമുക്ക് 2 എന്ന് കിട്ടും. സോ -11 ബൈ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? -1/2 ആൻഡ് -11/2. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ. നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലൂടെ കണ്ടെത്തിയ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? -½ ആൻഡ് -11/2. ദ സെയിം ആൻസർ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ആ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് സാധാരണ ഇതിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ഈ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരിക. ആദ്യം x² ടേം, പിന്നെ x ടേം, പിന്നെ കോൺസ്റ്റന്റ് നമ്പർ, പിന്നെ ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് a എത്രയാണ്, b എത്രയാണ്, c എത്രയാണ് നോട്ട് ചെയ്യുക. അതിനുശേഷം x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a ബൈ 2 എന്നല്ല കേട്ടോ, ബൈ 2a ആണ്. ബൈ 2a ആണ് ഫോർമുല. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ബൈ 2a, സോറി. അപ്പോൾ ബൈ 2a എന്നാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ. എന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂസ് കൊടുക്കുക, ഇവിടെ കൊടുത്ത മാതിരി. എന്നിട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് p(x) 0 ആകാൻ എക്സിന് കൊടുക്കേണ്ട വാല്യൂസ് ഏതാണെന്ന് ഡയറക്റ്റ്ലി കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് 95 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം.
95-ൽ യു ക്യാൻ സീ ഒരു ഫിഗർ ഇങ്ങനെ കാണാം, ഒരു ഗ്രീൻ കളറിലുള്ള എ റെക്ടാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് ഓൺ ദ ഗ്രൗണ്ട് യൂസിങ് എ 20 meter long rope വിത്ത് എ വാൾ ആസ് വൺ സൈഡ്. ദി ഏരിയ എൻക്ലോസ്ഡ് മസ്റ്റ് ബി 50 square meters. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്? ഓക്കെ, അപ്പോൾ ഒരു 20 meter നീളമുള്ള ഒരു റോപ്പുണ്ട്. റോപ്പിൻ്റെ നീളം 20 meter ആണ്. ഇത് ഒരു വാളിനോട് ചേർത്ത് വെച്ചു. ഇതൊരു വാളാണ് വിചാരിക്കുക. ആ വാളിനോട് ചേർത്ത് വെച്ചിട്ട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. എങ്ങനെയാണ് റെക്റ്റാങ്കിൾ? അപ്പോൾ ഈ റോപ്പിൻ്റെ 20 meter നീളം ആണ് ഏത് ഈ കാണുന്നത്. ഈ റോപ്പ്, ഇതാണ് റോപ്പ്. അപ്പോൾ ഇത്രയും ഭാഗത്തിന് നീളം എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 20 meter. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം തന്നിട്ടുണ്ട്? ദി ഏരിയ എൻക്ലോസ്ഡ് മസ്റ്റ് ബി 50 square meters. ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ റോപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഏരിയ എത്രയായി മാറണം? 50 square meters ആയി മാറണം. ആ രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. എങ്ങനെയെങ്കിലും വെച്ചാൽ പോരാ, ഏരിയ 50 square meter ആയി മാറണം. ആ രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും, ഇതിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും, അല്ലെങ്കിൽ എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ ഈ ബ്രെഡ്ത്തിനെ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെയും എക്സ് ആയിരിക്കും. ഓക്കെ, ഈ ടോട്ടൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ 20-ൽ നിന്ന് എക്സ് പ്ലസ് എക്സ് 2x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ ലെങ്ത്ത് ഈസ് വാട്ട്? 20 മൈനസ് 2x എന്ന് പറയാം. അപ്പോൾ 20 മൈനസ് 2xഉം എക്സുമാണ് നമ്മൾ റോപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് മനസ്സിലാക്കുക. ആ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ആ ഏരിയ എത്രയാണ്? 50 meter square. So breadth is taken to be x. So length is 20 minus 2x. Okay. Area is given. What is area? Area is 50 meter square എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 50 meter square. So x into 20 minus 2x is equal to 50 എന്നാണ്. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ x into 20 20x, x into minus 2 is minus 2x square, that's equal to 50. ഇനി ഈ 50യും കൂടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. എക്സ് സ്ക്വയറിലെ ടേം ആദ്യം എഴുതുക, പിന്നെ എക്സിലെ ടേം എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കോമൺ ഫോമിലേക്ക് വരും. അപ്പോൾ ഈ എക്സ് സ്ക്വയറുള്ള ടേം ആദ്യം എഴുതുമ്പോൾ നെഗറ്റീവോട് കൂടി എഴുതുക. നെഗറ്റീവ് 2x സ്ക്വയർ, പിന്നെ എക്സിലെ ടേം 20x. 20x ഈസ് എ പോസിറ്റീവ് ടേം, ദർഫോർ പ്ലസ് 20x എന്ന് എഴുതുന്നു. ഇവിടെ 50 ഈ സൈഡിലാണ് ഉള്ളത്. ഇതിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? മൈനസ് 50 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെ? നെഗറ്റീവോട് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ബൈ -1. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്താവും? പോസിറ്റീവ് ആകും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ 2, 20, 50 എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റൊരു രീതി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -2 ബൈ -2 പോസിറ്റീവായി. ഇവിടെ 20 ബൈ -2 അപ്പോൾ അത് നെഗറ്റീവായി. ഇവിടെ -50 ബൈ -2 എന്ന് പറഞ്ഞാൽ അതെന്തായി മാറും? പോസിറ്റീവായി മാറും. അപ്പോൾ സൈൻ ചേഞ്ച് ആവലും 2 കൊണ്ടുള്ള ഡിവിഷൻ രണ്ടും കൂടി ഒരുമിച്ച് നടക്കും. സോ വി ഡു വാട്ട്? ഡിവൈഡിങ് ബൈ -2. അങ്ങനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് എക്സ് സ്ക്വയറായി മാറും. പിന്നെ 20 ഡിവൈഡ് ബൈ -2. ഓക്കെ, 20 ഡിവൈഡ് ബൈ -2. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആവും. നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ -10x. പിന്നെ -50 ബൈ -2. അപ്പോൾ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. 50 ബൈ 2 ഈസ് ഈക്വൽ ടു 25 എന്നാവും. അപ്പോൾ പ്ലസ് 25 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ ജനറൽ ഫോം. അപ്പോൾ ജനറൽ ഫോമിലുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി ഏതൊക്കെയാണെന്ന് പറയാം. ഇതാണ്. ഇവിടെ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ലെങ്കിൽ അവിടെ ഒന്നുണ്ടാവും. ആ ഒന്നാണ് എ. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു 1. എക്സിൻ്റെ കൂടെയുള്ളത് -10 ആണ്. സോ ബി ഈസ് ഈക്വൽ ടു -10. ഇവിടെ കോൺസ്റ്റൻറ്റ് നമ്പർ +25 ആയതുകൊണ്ട് സി ഈസ് ഈക്വൽ ടു
25. ഓക്കെ, അപ്പോൾ എ ബിയും സിയും ഒക്കെ കിട്ടി. നമുക്ക് എക്സ് ഡയറക്റ്റ് ആയിട്ട് കാണാം. എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്നുണ്ട്. മൈനസ് ബി, ബീൻ്റെ സൈൻ മാറ്റുക. ഓക്കെ, ബീൻ്റെ സൈൻ, ബി എത്രയാണ്? -10 ആണ്. അതിൻ്റെ സൈൻ മാറ്റിക്കഴിഞ്ഞാൽ +10 ആണ്. സോ 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -10ൻ്റെ സ്ക്വയർ. -10ൻ്റെ സ്ക്വയറും +10ൻ്റെ സ്ക്വയറും സെയിം ആണ്. കാരണം ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയി മാറും. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100. ഓക്കെ, -10ൻ്റെ സ്ക്വയറും 100 ആണ്, +10ൻ്റെ സ്ക്വയറും 100 ആണ്. 100 മൈനസ് 4 ഇൻറ്റു എ ഈസ് 1 ഇൻറ്റു സി ഈസ് 25 by 2a. A is equal to 1. So 2 into 1. So this is equal to plus 10 plus or minus 4 into 1, 4 into 25, 100. So 100 minus 25. 100 minus 100. 4 into 1 into 25, 100 ആണ്, minus 100. So 100 minus 100 is equal to 0. അപ്പോൾ റൂട്ടിനുള്ളിൽ 0 വരും. റൂട്ടിനുള്ളിൽ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒന്നും എഴുതേണ്ടതില്ല. ഓക്കെ, 0/2 എന്ന് വരും. അപ്പോൾ ഇത് ഇവിടെ നിങ്ങളുള്ള കംപ്ലീറ്റ് 0. സോ ദാറ്റ്സ് ഈക്വൽ ടു 10/2 എന്നാണ് വരിക. 10/2 ഇസ് ഈക്വൽ ടു 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് മെഷർ എത്രയാണ്? 5 ആണ്. ഈ മെഷർ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 + 5 10. ടോട്ടൽ 20 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 20 - 10. 20 - 10 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ 10ഉം 5ഉം ആണ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. സോ എക്സ് ഈസ് ഈക്വൽ ടു 5. ദെൻ 20 - 2x ഈസ് ഈക്വൽ ടു 20 - 2 ഇൻറ്റു 5. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്നു. 2 × 5 10. 20 - 10 ഈസ് ഈക്വൽ ടു 10. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 10 meter and breadth is equal to 5 meter. Okay, and we got area is equal to 10 into 5 is equal to 50 meter square. അപ്പോൾ എന്തൊക്കെയാണ് ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്നായിരുന്നു ചോദ്യം. അപ്പോൾ റെക്റ്റാങ്കിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയൊക്കെയാണ്? 10 മീറ്ററും 5 മീറ്ററുമാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എഴുതി. എങ്ങനെ എഴുതി? ജനറൽ ഫോമിലേക്ക് എഴുതി. x² ടേം, എക്സുള്ള ടേം, കോൺസ്റ്റൻറ്റ് ടേം, പിന്നെ 0 എന്നുള്ള രൂപത്തിൽ എ ബി സി എന്നിവയുടെ വാല്യൂസ് നമ്മൾ കണ്ടെത്തി. എന്നിട്ട് x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac/2a എന്നുള്ള ഇക്വേഷൻ എഴുതി. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഓക്കെ, ഇത് ശരിക്കും എന്തല്ല, കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു ഫോക്കസ് ഏരിയ തന്നിരുന്നു. അതുപോലെ ഫോക്കസ് ഏരിയയിൽ പെടാത്ത ഭാഗമാണിത്. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും കൂടെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നതെല്ലാം എഴുതാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം പേജ് 97, 98 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, ഫിനിഷ് ചെയ്യുന്നതാണ്. മറ്റ് 2 ക്വസ്റ്റ്യൻസ് ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്നുവെങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും മതിയാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ഡേ.